ഹൈന്ദവ ഇന്ത്യ. 12 മുതൽ 17 നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യ മുസ്ലിം ഇന്ത്യ, 18 നൂറ്റാണ്ടിന് ശേഷമുള്ള ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രാചീന ഇന്ത്യ ഹൈന്ദവമായി പോയത്. വാസ്തവത്തിൽ ഹിന്ദു എന്നുള്ള വാക്കൊന്നും ഇല്ലല്ലോ. ഹിന്ദു എന്നുള്ള വാക്കൊന്നും അങ്ങനെയില്ല. AD 5 നൂറ്റാണ്ടൊക്കെയായി ഈ വാക്ക് വന്നപ്പോ. അതിനുമുമ്പൊന്നുമില്ല. ഇത് പേർഷ്യക്കാര് തെറ്റി പറഞ്ഞുണ്ടായ വാക്കാണ്. ഈ വാക്ക് തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്. അത് നല്ല കൗതുകമുള്ള കാര്യമാണ്. ഹിന്ദു എന്നുള്ള വാക്ക് തന്നെ തെറ്റിദ്ധാരണയാണ്. സിന്ധു എന്നായിരുന്നു. അപ്പൊ പ്രാചീന പേർഷ്യയില് ഉച്ചാരണ ഭേദം വന്നുണ്ടായതാ. പദാദിയിൽ ഹാ വന്നാൽ സാ വന്നാൽ അത് ഹായായിട്ട് ഉച്ചരിക്കും. അങ്ങനെ സിന്ധുക്കൾ അത് ഹിന്ദുക്കളായി. അത്രേ ഉള്ളൂ. അതും ഒരു ജോഗ്രഫിക്കലായ സെൻസിലല്ലാതെ മതപരമായ അർത്ഥത്തിൽ ഹിന്ദു എന്ന വാക്ക് 19 നൂറ്റാണ്ടിൽ പോലും ഇല്ല. മാർസ് 1857 കലാപത്തിന് ശേഷം ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, ഇന്ത്യ യഥാർത്ഥത്തിൽ മോചനം നേടണമെങ്കിൽ ബ്രിട്ടനിലെ തൊഴിലാളി വർഗം ബ്രിട്ടനിൽ അധികാരത്തിലെത്തുകയോ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ബ്രിട്ടീഷ് മുഖം കൊടഞ്ഞെറിയുകയോ ചെയ്യണം എന്നാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്നാണ് മാർക്സ് എഴുതിയത്. അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അല്ലാത്ത ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല, ഇന്ത്യക്കാർ എന്ന അർത്ഥത്തിലാണ്. RSSന്റെ വലിയ നേതാക്കളിൽ ഒരാൾ പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്ന് മാർക്സ് വരെ അംഗീകരിച്ചിട്ടുണ്ട്, ഈ മാർക്സിസ്റ്റ് ആരും പക്ഷെ അംഗീകരിക്കുന്നില്ല എന്നാണ്. വലിയ ആചാര്യനാണ് അദ്ദേഹം, അങ്ങനെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ മതം തന്നെ അടിസ്ഥാനപരമായി ചരിത്രത്തിൽ വളരെ പിൽക്കാലത്തുണ്ടായതാണ്. ഹൈന്ദവം അത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ബ്രാഹ്മണ്യാണ്. ബ്രാഹ്മണ മതം ഉണ്ടായിരുന്നു, അതിന്റെ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇന്ത്യൻ ജനതയിൽ വളരെ ചെറിയൊരു വിഭാഗത്തെയാണ് സ്പർശിച്ചു നിന്നത്. മറിച്ച് ഇന്ത്യൻ ജനത ജീവിതത്തിന്റെ പല വഴികളിലൂടെ സഞ്ചരിച്ചു. അവർ, നമ്മുടെ അമർത്യാസൻ പറയുന്നല്ലോ, ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ. അവർ തർക്കിച്ചുകൊണ്ടിരുന്നു, അവർ സംവാദത്തിലേർപ്പെട്ടു, എല്ലാറ്റിനോടും ചോദ്യങ്ങൾ ചോദിച്ചു, തിരുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ആയുർവേദം ഉണ്ടായി, അങ്ങനെ രസവിജ്ഞാനം ഉണ്ടായി, അങ്ങനെ ഗണിതം ഉണ്ടായി, അങ്ങനെ പലതും ഉണ്ടായി. ഇപ്പൊ AD 5 നൂറ്റാണ്ടിൽ ആര്യഭടൻ ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുകയാണ് എന്ന് പറഞ്ഞു. AD 499. ആര്യഭടീയത്തിൽ ഇങ്ങനെ കാണാം, നിങ്ങൾ ഒരു തോണിയിൽ കയറി പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ നദീതീരത്തെ സസ്യലതാദികൾ അനങ്ങുന്നതായും നിങ്ങൾ അനങ്ങാതെ നിൽക്കുന്നതായും എങ്ങനെയാണോ തോന്നുന്നത്, അതുപോലെയാണ് സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നതായും ഭൂമി നിശ്ചലമായി നിൽക്കുന്നതായും നിങ്ങൾക്ക് തോന്നുന്നത്. AD 499. കോപ്പർനിക്കസ് ജനിച്ചത് പിന്നെ 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയൊരു അപകടമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പർനിക്കസ് പറഞ്ഞേക്കുമ്പോ ഇവിടെ ഇത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച ചാടി പുറപ്പെടും. ഗണപതി പ്ലാസ്റ്റിക് സർജറി ആണെന്ന് പറയുന്ന കാലമാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഇതൊന്നും പൊതുവേദി പറയാറില്ല. കാരണം ഇവർക്ക് സ്വാഭാവികമായിട്ട് ഇതൊന്നും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പിന്നെ നമ്മളായിട്ട് പറഞ്ഞു കൊടുത്ത് ഒരു കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് എത്രയോ ഭൗതിക വിജ്ഞാനങ്ങൾ, രസതന്ത്രം, തുരുമ്പിക്കാത്ത ഇരുമ്പ്, തർക്കത്തിന്റെ എത്രയോ വലിയ പാരമ്പര്യങ്ങൾ, അർത്ഥശാസ്ത്രം, കാമസൂത്രം ഒക്കെ ഉണ്ടായി. ഈ വിജ്ഞാനങ്ങളെ ഒന്നും ഇന്ത്യൻ പാരമ്പര്യത്തിൽ പെടുത്തിയില്ല. ഇന്ത്യൻ പാരമ്പര്യമായിട്ട് മാറിയത് വേദങ്ങൾ, ഉപനിഷത്വമാണ്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ പാരമ്പര്യമെന്ന് ദേശീയതയുടെ ഘട്ടത്തിൽ സങ്കല്പിക്കപ്പെട്ടത് വാസ്തവത്തിൽ പൗരസ്ത്യവാദികളായ യൂറോപ്യൻ പണ്ഡിതന്മാർ ചമച്ചുണ്ടാക്കിയ കൃത്രിമ പാരമ്പര്യമാണ്. ആ കൃത്രിമ പാരമ്പര്യത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു കടക്കാൻ വാസ്തവത്തിൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിനും അന്ന് കഴിയാതെ പോയി എന്ന ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ നാഷണലിസം അത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും കൂട്ടിയിണക്കിയെങ്കിൽ ആ കൂട്ടിയിണക്കലിന്റെ ആധാരത്തെ സാംസ്കാരികമായി സന്നിവേശിപ്പിക്കാൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കഴിയാതെ പോയി. അതുകൊണ്ട് ജാതിഭേദങ്ങൾക്കും മതഭേദങ്ങൾക്കും കുറുകെ സഞ്ചരിച്ച് അവയെല്ലാം മറികടന്ന ദേശീയതയുടെ രാഷ്ട്രീയ മുഖം രൂപപ്പെട്ടപ്പോഴും രാജ്യത്തിന്റെ ആന്തരതത്വം അതിനിണങ്ങുന്നതായില്ല. അത് ബ്രാഹ്മണികമായി, അത് വേദങ്ങൾ, ഉപനിഷത്തുമായി. അത് ബുദ്ധനായില്ല. ബുദ്ധൻ അടയാളമായി, ബുദ്ധൻ മൂല്യമായില്ല. ബുദ്ധൻ അടയാളമായി. സാരനാഥിലെ സിംഹങ്ങൾ വന്നു, അശോക ചക്രം വന്നു, പക്ഷെ ബുദ്ധൻ മൂല്യമായില്ല. മൂല്യമാകുന്ന ബുദ്ധൻ എന്താണ്? അത് ജാതിയില്ലാത്തതാണ്. അത് ആയില്ല. അടയാളായി, അടയാളങ്ങളായി, പലതും അടയാളങ്ങളായി. അദ്വൈത അടയാളായി, അദ്വൈതം മൂല്യമായി. അദ്വൈത അടയാളായപ്പോ ശങ്കരനായി, അദ്വൈതം മൂല്യമായപ്പോ ഗുരുവായി. അത്രേ ഉള്ളൂ. ചെറിയ വ്യത്യാസമാണ്. അദ്വൈതം ഒരു അടയാളാണെങ്കിൽ ശങ്കരാചാര്യരാണ്. വിവേകാനന്ദൻ പറയുന്ന ഒരു വാക്യമുണ്ട് കേട്ടോ, ശങ്കരനെ നോക്കൂ, എന്തൊരു ബുദ്ധിശക്തിയാണ്, എന്തൊരു പാണ്ഡിത്യമാണ്, എന്തൊരു തർക്കശേഷിയാണ്, പക്ഷെ കാരുണ്യമില്ല. വിവേകാനന്ദൻ പറഞ്ഞ വാക്യാണ്, കാരുണ്യമില്ല. കരുണയില്ലാത്ത ദൈവഭാവനയ്ക്ക് എന്തർത്ഥാണുള്ളത്?
കോടാനുകോടി ആളുകൾ ദൈവം എന്ന് പറഞ്ഞ് എന്തെല്ലാമോ പരിഭ്രമങ്ങളിൽ മുഴുകി ജീവിക്കുന്നല്ലോ. ഒറ്റ വാക്കി ഓർക്കാനുള്ളൂ, കരുണയാ. ഇപ്പൊ രാമായണ മാസമായല്ലോ. രാമായണ മാസമല്ല, കർക്കിടകമാണ്. പോയി രാമായണ മാസമായി. 30 കൊല്ലം ആയിട്ടുള്ളൂ കേട്ടോ കർക്കിടകൻ രാമായണ മാസമായിട്ട്. ഗാന്ധിജി പറയുന്നുണ്ട്, രാമായണത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ആരും ഓർക്കാത്തൊരു വാക്യാണ്. അദ്ദേഹം പറഞ്ഞു, ഒറ്റ വാക്ക്, ഒരേ ഒരു വാക്ക്. എന്താണത്? അരുത്. അരുത്, അത്രേ ഉള്ളൂ. എന്തിനോടാണ് അരുത്? ഹിംസയോടാണ് അരുത്. ഈ ഹിംസയോടുള്ള അരുത് എന്നുള്ള വിലക്കാണ് രാമായണം. അത് രാമായണം അവസാനം വരെ എത്തിയാൽ കാണാം. ഉത്തരരാമായണത്തിൽ എത്തുമ്പോ സീതയുടെ അഗ്നിപരീക്ഷ നടത്തണമെന്ന് രാമൻ പറയും. അങ്ങനെ സീത അഗ്നിപരീക്ഷയ്ക്ക് വിധേയാകണമെന്ന് പറയുമ്പോ അതുവരെ രാമാപദാനങ്ങൾ പാടിക്കൊണ്ടിരുന്ന വാൽമീകി അത് അവസാനിപ്പിക്കും. എന്നിട്ട് വാൽമീകി പറയുന്നൊരു വാക്യതാണ്, ഇവൾ കളങ്കിതയാണെങ്കിൽ ഇക്കാലം അത്രയും കൊണ്ട് ഞാൻ ആർജിച്ച മുഴുവൻ തപശക്തിയും പാഴായി പോകട്ടെ. വാൽമീകി പിന്നെ സീതയുടെ കൂടെയാണ്. കാരണം കവിത എന്താണ് എന്നതിന് കാളിദാസൻ ഉത്തരം കണ്ടെത്തിയത് രാമായണത്തിൽ നിന്നാണ്. രുദിതാനുസാരി കവി. കരച്ചിലിന്റെ പുറകെ പോകലാണ് കവിത. ഒരു കിളി അമ്പേറ്റ് വീഴുന്നു, കാട്ടാളനായ രത്നാകരൻ അത് കാണുന്നു, കാട്ടാളൻ കവിയായി തീരുന്നു. കാട്ടാളനെ കവിയാക്കി തീർക്കുന്നത് കരുണയാണ്. ഈ കരുണയ്ക്കപ്പുറം ദൈവത്തിന് യാതൊരർത്ഥവുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഗുരു അവസാന അനുകമ്പാദശകം എഴുതിയത്. അവസാന അനുകമ്പാദശകം, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും. ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. അവസാനത്തെ ആളെ കാണണം, അവസാനത്തെ ജന്തുവിനെ കാണുന്നു, അവസാനത്തെ ജീവനെ കാണുന്നു, അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു. അത്രയെത്തി ഗുരു. ഈ ബോധ്യത്തെയാണ് ഗുരു ദൈവമായിട്ട് കണ്ടത്. ഈ അനുഭൂതിയാണ് ഗുരു ദൈവമായിട്ട് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്വൈതം അനുഭവമായാല് ഗുരുവായിത്തീരും, അദ്വൈതം അടയാളമായാല് അത് ശങ്കരനായിത്തീരും. കാരണം ശങ്കരന് ജാതി ഒരു പ്രശ്നമായി തോന്നിയില്ല. ചണ്ടാളനെതിരെ വന്നപ്പോ ശങ്കരൻ പറഞ്ഞു, മാറിപ്പോ എന്ന് പറഞ്ഞു. അപ്പൊ ചണ്ടാളൻ ചോദിച്ചു, അത്ര ഞാനാണോ മാറേണ്ടത്, എന്റെ ഉള്ളിലെ ചൈതന്യാണോ മാറേണ്ടത്? അപ്പൊ ശങ്കരന് പ്രശ്നം മനസ്സിലായി. കാരണം ഈ ചൈതന്യം ഒന്നാണെന്നാണല്ലോ. അപ്പൊ മാറിയ പിന്നെ മുമ്പരുണ്ടാവില്ല. അപ്പൊ ശങ്കരന് ബോധ്യം വന്നു അദ്വൈതെന്ന്. പിന്നെ നമ്മളൊരു ആശ്വാസത്തിന് പറഞ്ഞുണ്ടാക്കിയത് ഈ ചണ്ടാളൻ ശരിക്കും ചണ്ടാളനായിരുന്നില്ല, ശിവൻ വേറെ വേഷം മാറി വന്നാണെന്നാണ്. കാരണം ശങ്കരൻ ചണ്ടാളിന്റെ അടുത്ത് തോറ്റൂടാ. ശങ്കരൻ തോക്കാണെങ്കിൽ ചുരുങ്ങിയത് ശിവനെങ്കിലും ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ കഥ വന്നത്. ശിവൻ വേഷം മാറി വന്നു. ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണത്തിനകത്തൊരു അകമേ ഒരു പിളർപ്പ് വന്നത്? ആ പിളർപ്പ് പൊളിറ്റിക്കൽ നാഷണലിസ്റ്റ് രൂപപ്പെടുത്തിയ ആ പൊളിറ്റിക്കൽ നാഷണലിസത്തിലേക്ക് ഉൾച്ചേർന്ന് നിന്ന ഇന്ത്യൻ ജീവിതത്തിന്റെ ബഹുത്വത്തെ, അതിന്റെ വൈവിധ്യങ്ങളെ, അതിന്റെ ആകത്തുകയെ ദേശീയതയുടെ സാംസ്കാരിക മൂലധനമാക്കി മാറ്റാൻ വാസ്തവത്തിൽ ദേശരാഷ്ട്രത്തിന് കഴിഞ്ഞില്ല. ദേശീയതയുടെ സാംസ്കാരിക മൂലധനം ബ്രാഹ്മണികമായി, ദേശീയതയുടെ രാഷ്ട്രീയ ഉള്ളടക്കം ഏകോപനത്തിൻ്റെതായി. പൊളിറ്റിക്കൽ നാഷണലിസത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റൽ അല്ല, കൾച്ചറൽ നാഷണൽ